നമ്മൾ ക്രിസ്മസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുക. ഇന്ന് വൈകിട്ട് നാളെയൊക്കെ ആയിട്ട് യേശുവിൻ്റെ ജനന തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. ഇപ്പോഴത്തെ നമ്മുടെ മാർപ്പാപ്പ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഈ ജനന തിരുനാൾ നമുക്കൊരു ആഘോഷമായിട്ട് ഒതുങ്ങിപ്പോകാതെ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു അനുഭവമായി മാറണം. എ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. അതിനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഇത് ക്രിസ്മസിന് ഒരുക്കമായിട്ട് നല്ലൊരു കുമ്പസാരം നടത്താനും നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനും സഹായമായി മാറട്ടെ. പാപം ജനിപ്പിക്കുന്ന 7 പാപങ്ങളെക്കുറിച്ചാണ് നാം വിചിന്തനം നടത്തുന്നത്. അതിന് കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്നു മൂലപാപങ്ങൾ, ക്യാപിറ്റൽ സിൻസ്. നമുക്കറിയാലോ, ക്യാപിറ്റൽ സിറ്റി, ക്യാപിറ്റൽ പണിഷ്മെന്റ്, അങ്ങനെയുള്ള പദങ്ങൾക്ക് വലിയ അർത്ഥമുണ്ട്. ഇത് പറഞ്ഞ പോലെ ക്യാപിറ്റൽ സിൻസ്, മൂലപാപങ്ങൾ, അടിസ്ഥാന തിന്മകൾ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു ഹെഡ് നേഴ്സ് വിദേശ രാജ്യത്ത് ജോലി ചെയ്തിരുന്നതാണ്. ഒരിക്കൽ കാരിസ്മാന്റെ ഫോർട്ടിക്കോയിലേക്ക് വന്ന് വാഹനത്തിൽ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ ഞാൻ കാണുന്നു അവിടെ കിടന്ന ഒരു ബെഞ്ചിൽ കിടക്കുന്ന ഒരു സ്ത്രീ. ഞാൻ ഇറങ്ങി വരുന്നത് കണ്ട് അവരൊരു വിധത്തിൽ എഴുന്നേറ്റു. അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് സംസാരിച്ചു വന്നപ്പോൾ വിദേശത്ത് ഹെഡ് നേഴ്സാണ്. അവർക്ക് ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോവുകയാണ്. കണ്ടു കഴിഞ്ഞാൽ വളരെ പരിതാപകരം. ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം, എനിക്ക് വീട്ടിൽ ഇഷ്ടംപോലെ സ്വത്തുണ്ടായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ, പേരൻസ് റിച്ച് ആൾക്കാരായിരുന്നു, സമ്പന്നരായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് നല്ല ജോലി, നല്ല ശമ്പളം, എല്ലാം കൂടി ആയിട്ട് ഞാൻ അല്പം അഹങ്കരിച്ചു പോയി. അതൊന്ന് എന്നെ ചൂണ്ടിക്കാണിച്ചു തരാനും എന്നെ ഒന്ന് എളിമപ്പെടുത്താനും കർത്താവ് അനുവദിച്ചതാണ് ഈ രോഗം. എനിക്ക് ദൈവം സൗഖ്യം തരും. ഒരു ക്യാൻസർ രോഗിയാണേലും അതിനെ എടുത്ത ആ ഒരു രീതി, അവരെത്തേണ്ടടുത്ത് അതിലൂടെ എത്തി എന്നുള്ള ആ ഒരു ബോധ്യമാണ് എനിക്ക് വന്നത്. ഇവിടെ നമുക്ക് ഈ അടിസ്ഥാന തിന്മകൾ സഭ പഠിപ്പിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1866 മുതൽ മുമ്പോട്ട് വായിച്ചാൽ അടിസ്ഥാന തിന്മകളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 2 കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അടിസ്ഥാന തിന്മകൾ എന്ന് വിളിക്കപ്പെടാൻ. ഒന്ന്, ബിക്കോസ് ദേ എൻജെൻഡർ അതർ സിൻസ് എന്ന് പറഞ്ഞാൽ മറ്റു പാപങ്ങളെ ജനിപ്പിക്കുന്നവയാണ് അടിസ്ഥാന തിന്മകൾ. രണ്ടാമതൊരു കാരണം കൂടി പറഞ്ഞിട്ടുണ്ട്, ബിക്കോസ് ദേ എൻഡേഞ്ചർ അവർ സ്പിരിച്വൽ ലൈഫ്. നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ് ഈ അടിസ്ഥാന തിന്മകൾ. പറയുണ്ട് 7 കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വം നമ്മൾ എടുക്കണം. അവ വേരോടെ പിഴുതെറിയാൻ നമുക്ക് സാധിക്കണം. ചില മുത്തങ്ങ പുല്ല് പോലത്തേത് പുറമേ നിന്ന് വെട്ടിക്കളഞ്ഞാലും അത് പിന്നെയും കെടുത്തു വരും. അത് വേരോടെ കിഴങ്ങോടെ പിഴുതെറിയുകയാണെങ്കിൽ പിന്നീട് വരാതിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഈ അടിസ്ഥാന തിന്മകൾ അപ്രൂട്ട് ചെയ്യണം, വേരോടെ പിഴുതെറിയണം. അപ്പോഴാണ് ആധ്യാത്മികമായിട്ടുള്ള പുരോഗതി നമുക്കുണ്ടാവുക. പെട്ടെന്ന് നമ്മൾ ഈ 7 കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു പോകുന്നത് നല്ലതാണ്. അതിൽ ഒന്നാമത്തേതാണ് അഹങ്കാരം, അൺറീസണബിൾ സെൽഫ് എസ്റ്റീം. അങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റീസണബിൾ സെൽഫ് എസ്റ്റീം ഒരു കുഴപ്പമില്ല. നമുക്ക് നമ്മോട് തന്നെ ഒരു മതിപ്പ്, നമുക്ക് വില കൽപ്പിക്കുന്നത്, അതെല്ലാം നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ നെഗറ്റീവ് പേഴ്സണാലിറ്റി ആയി പോകും, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇത് അൺറീസണബിൾ ആകരുത്. ഞാനാണ് ഏറ്റവും കഴിവുള്ള വ്യക്തി, ഞാനാണ് എല്ലാം. അങ്ങനത്തെ ഒരു അഹങ്കാര ചിന്ത ഒരിക്കലും വരരുത്. ഒബാദിയ 1-ാം അധ്യായം 3-ാമത്തെ വചനം പറയുന്നുണ്ട്, അങ്ങനത്തെ ചിന്ത കയറിയവർ പറയും, ആർക്കെന്നെ താഴെ ഇറക്കാൻ പറ്റും? ആര് നോക്കിയെന്ന് പറഞ്ഞാലും എന്നെ താഴെ ഇറക്കാനൊന്നും പറ്റത്തില്ല, എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അത് അഹങ്കാര ചിന്തയാണ്. അഹങ്കാരം ദൈവത്തിൽ നിന്ന് നമ്മെ ദൂരെ അകറ്റും. മാത്രമല്ല, അഹങ്കാരിയിൽ തിന്മ വേരുറച്ചു വളരുന്നു, അവൻ്റെ കഷ്ടതയ്ക്ക് പ്രതിവിധിയില്ല. പ്രഭാഷകൻ 3-ാം അധ്യായം 28-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അക്കാര്യമാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ജെറമിയായുടെ പുസ്തകം 50:31 എടുത്താൽ കർത്താവ് വിളിച്ചു പറയുന്ന ഒരു കാര്യം, അഹങ്കാരി, ഞാൻ നിനക്കെതിരാണ്. ഓ അരഗന്റ്, ഐ ആം എഗൻസ്റ്റ് യു. ദൈവം നമുക്കെതിരായാൽ നമുക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? പറയുണ്ട്, ഈ പാപത്തിൽ വീഴാതെ എളിമപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരായിട്ട് മാറണം ദൈവമക്കൾ. അവർ സുരക്ഷിതരാണ്, അവരുടെ കാര്യത്തിൽ ദൈവം ശ്രദ്ധാലുവായിരിക്കും. രണ്ടാമത്തെ ഒരു പാപമാണ് അത്യാഗ്രഹം. ഇംഗ്ലീഷിൽ ഗ്രീഡ് എന്ന് പറയും. നീഡും ഗ്രീഡും വ്യത്യസ്തമാണ്. നമ്മുടെ ആവശ്യം നടക്കാൻ, നീഡ് നടക്കാൻ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല, അധ്വാനിക്കുന്നതിന് കുഴപ്പമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷെ നമ്മുടെ ഗ്രീഡ്, അത്യാഗ്രഹം, അത് നിറവേറ്റാൻ നമ്മൾ നോക്കുമ്പോൾ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. യാക്കോസ്ലീഹ 1-ാം അധ്യായത്തിന്റെ 14-15 വചനങ്ങൾ. ദുർമോഹം, അതാണ് ഗ്രീഡ്. ഗർഭം ധരിച്ചാൽ അത് പാപത്തെ പ്രസവിക്കും. പാപം പൂർണ്ണ വളർച്ച എത്തുമ്പോൾ അത് മരണത്തിലേക്ക് നമ്മളെ നയിക്കും. ആ ഒരു പ്രസവം അനുവദിക്കരുത്. അതിനു മുമ്പ് അബോർഷൻ നടക്കണം. ദുർമോഹം ഗർഭം ധരിച്ചാൽ അത് പാപത്തെ പ്രസവിക്കും എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 1 തീമോത്തി 6-ാം അധ്യായം 6 മുതൽ 10 വരെ വായിച്ചാൽ ധനമോഹം, ദുർമോഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മെ കെണിയിൽപ്പെടുത്തും. അതിന് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 3-ാമത്തെ കാര്യമാണ് അസൂയ. അതിന് ഇംഗ്ലീഷിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിസൻമെന്റ്
അറ്റ് ദ സക്സസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവർക്ക് നന്മ വരുമ്പോൾ അതിൽ മനസ്സിടിയുന്നത്. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് റോമാലേഖനം 12-ാം അധ്യായം 15 പറഞ്ഞിട്ടുണ്ട്, സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കണം, വേദനിക്കുന്നവരോട് കൂടെ വേദനിക്കണം. അത് ചെയ്യാൻ പറ്റുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. ഇത് ചിലര് എല്ലാ ദിവസവും പള്ളിയിൽ പോകും, കുർബാനയും സ്വീകരിക്കും, പക്ഷേ മറ്റുള്ളവർക്ക് നാശം വരുമ്പോൾ അതിൽ സന്തോഷിക്കും. മറ്റുള്ളവർക്ക് ഉയർച്ച വരുമ്പോൾ അതിൽ അസൂയപ്പെട്ട് കഴിയുന്നവര്, അതിൽ വേദനിച്ച് കഴിയുന്നവര്, അതെല്ലാം അസൂയയുടെ ഒരു ഭാഗമാണ്. സുഭാഷിതങ്ങൾ 14:30 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അസൂയ അസ്ഥികളെ പോലും ജീർണിപ്പിക്കും. ഉത്തമഗീതം 8:6 അസൂയ ശവക്കുഴി പോലെ ക്രൂരമാണ്. പറയുണ്ട്, ഈ അടിസ്ഥാന തിന്മയ്ക്ക് നാം അടിമയാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 4-ാമത്തെ കാര്യമാണ് അലസത, ലേസിനെസ്. അധ്വാനിക്കാത്തവർക്ക് ഭക്ഷിക്കാനുള്ള അവകാശമില്ല. 2 തെസ്സലോനിക്ക 3:10 നമ്മൾ കാണുന്നത് അതാണ്. അലസന്റെ പുരചോരും, അലസത തിന്മകൾ വളർത്തും. ഇതെല്ലാം ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പ്രഭാഷകൻ 33:28 അവിടെ പറഞ്ഞിരിക്കുന്നത് അലസത തിന്മകൾ വളർത്തും. അതിൽ പെടാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. സുഭാഷിതങ്ങൾ 24:30 വചനം, അലസന്റെ വയലിലൂടെ ഞാൻ കടന്നുപോയി, അവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുക. ഈ അധ്വാനശീലരല്ലെങ്കിൽ വയൽ നോക്കണമെന്നില്ല, മുറിയിലേക്ക് നോക്കിയാലും വീട്ടിലേക്ക് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും, ഒരു ക്ലെൻലിനെസ്സോ അടുക്കോ ചിട്ടയോ ഒന്നുമില്ലാതെ എല്ലാം അലങ്കോലമായി കിടക്കുന്ന ഒരവസ്ഥ. അലസത നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാവുന്ന ഒരു കാര്യം. 5-ാമത്തേതാണ് ഇംഗ്ലീഷിൽ റാത്ത് എന്ന് പറയും, ആങ്കർ. റാത്ത് എന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലും കൊടുത്തിരിക്കുന്നത് ഇൻറ്റൻസ് എപ്പിക് ആങ്കർ. നമുക്ക് വേണമെങ്കിൽ ഈ വിനാശം വിതയ്ക്കുന്ന ആ ഒരു കോപം ഉണ്ടാകാം, അനീതിയായ കോപം. പ്രഭാഷകൻ 1:22 പറഞ്ഞിരിക്കുന്നത് അനീതിയായ കോപം നാശം വിതയ്ക്കും. നീതിയായ കോപം ഉണ്ട്. അതുകൊണ്ടാണ് എഫേസ്യസ് 4:26 കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്. നീതിയായ കോപം എന്ന് പറഞ്ഞാൽ ധാർമ്മിക രോഷം. ദൈവത്തിന് അതുണ്ടായിരുന്നു, മോശയ്ക്കതുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് ദൈവവചനത്തിൽ, പ്രത്യേകിച്ച് നിങ്ങൾ പുറപ്പാട് 32-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അതെല്ലാം അവിടെ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. 6-ാമത്തേതാണ് ലസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും, മോഹപാപം, ജഡമോഹം. ഈ ലൈംഗിക സുഖാസ്വാദനം അത് ഏത് വിധേനയും വേണം, അനുവദനീയമാണോ അല്ലയോ ഇതൊന്നും നോട്ടമില്ല. അങ്ങനെ ഈ മോഹപാപം നയിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും, അതിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തികളെ. ഇത് നമ്മെ നമ്മുടെ ജീവിതം വട്ടപൂജ്യമാക്കും. പ്രഭാഷകൻ 23:16 വായിച്ചാൽ അത് കാണാൻ പറ്റും. പ്രഭാഷകൻ 6:2 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതിന് നിന്നെ വിട്ടുകൊടുത്താൽ അവസാനം നീ ഒരു ഉണക്കമരമായി തീരും. ജഡികാഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് സംഭവിക്കാവുന്നത് എന്ന്. അവസാനത്തേതാണ് ഗ്ലട്ടണി എന്ന് പറയും, കൊതി. കൊതിക്ക് നമ്മുടെ ജീവിതം വിട്ടുകൊടുത്താൽ അത് പല പ്രശ്നങ്ങളിലേക്ക്, മരണത്തിലേക്ക് പോലും നമ്മളെ നയിച്ചേക്കാം. പ്രഭാഷകൻ 31-ഉം പ്രഭാഷകൻ 37-ഉം വായിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. 31:20 മുതൽ വായിച്ചാൽ മതി, 37:30 വചനം വായിച്ചാൽ മതി. മരണം പോലും ഇതുമൂലം സംഭവിക്കാമെന്ന്. നമുക്ക് ഇക്കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നല്ല ഒരു അർത്ഥവത്തായ ക്രിസ്മസ് ആഘോഷം നടത്തണം. അതിന് നല്ല അടിസ്ഥാനപരമായ ഒരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു കുമ്പസാരത്തിന് പോലും നമുക്ക് ഒരുങ്ങാം. ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരുമ്പോൾ നമുക്ക് ദുശീലങ്ങളിലും പാപപ്രവൃത്തികളിലും വേരൂന്നി നിൽക്കുന്ന വ്യക്തികളുണ്ട്. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, പാപികളായ ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പാപം മൂലം ഞങ്ങളുടെ മേൽ നിപതിച്ച ദുരിതങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. മേലിൽ പാപം ചെയ്യാതിരിക്കാൻ തീരുമാനമെടുത്ത് ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാത്തു സംരക്ഷിക്കണമേ. അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളും പരസ്പരം ക്ഷമിക്കാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പാപരഹിത ജീവിതം നയിച്ച് ഞങ്ങളുടെ ഇഹലോക ജീവിതം അനുഗ്രഹപ്രദമാക്കാനും പരലോക ജീവിതത്തിന് അർഹത നേടാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രത്യേകമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം പരിഗണിക്കണമേ. അതെല്ലാം അവിടുന്ന് നടത്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.